ബന്ധുക്കൾ വന്നപ്പോൾ ആരാന്ന് ചോദിച്ചു. പിന്നെ ചേലും കോലം കണ്ടപ്പോൾ പുറത്തുനിന്ന് കയറി വരികയെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചോദിച്ചു പോയാൽ പിന്നെ കുഴപ്പമാണ്. അങ്ങനെയൊക്കെ തടിമക്ക് പറ്റിപ്പോയ ചോറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ചെറുപ്പക്കാരെ, അള്ളാഹിനോട് കുറുക്കല്ല ചോദിച്ചോളി. ആ തിന്ന ചോറിനൊക്കെ എത്രയാണോ ഏകദേശം വില വരിക, ഒരു ബിരിയാണിക്ക് ഇപ്പം എത്രയാണ് പുറത്ത് വില, ആ സംഖ്യ എന്ത് ചെയ്യുക? അള്ളാഹു നിങ്ങൾക്ക് പൈസ ഒക്കെ തരുമ്പോഴേ ഏകദേശം കണക്കൂട്ടി എത്ര കല്യാണം ചെന്നിട്ട് വിളിക്കാതെ ഉളുപ്പില്ലാതെ തലം താഴ്ത്തി നിന്നിട്ട് നല്ല ഡീസൻ്റായി ചെന്നിട്ട് ഏമ്പൊക്കെ ഇറങ്ങി പോന്നിട്ടുണ്ട്, ഒരു കണക്കെടുക്കാലോ. ആ പൈസ എന്ത് ചെയ്യുക? സ്വതക്ക ചെയ്യുക. റബ്ബേ, ഞാൻ ആരുടെയൊക്കെ ഭക്ഷണം തിന്നിട്ടുണ്ടോ സമ്മതമില്ലാതെ, ഈ സ്വതക്കയുടെ കൂലി നീ ഓൽക്ക് കൊടുക്കും അടച്ചോനെ, എന്നാലേ തടിമങ്ങ് പോവുള്ളൂ. പൊന്നാര മുമ്മിനീങ്ങളെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് വെറുതെ ചോറുണ്ടെന്ന് വിചാരിച്ച് മണം പിടിച്ച് കയറി ചെല്ലണ്ട. സമ്മതമില്ലാതെ തിന്നാൻ പറ്റാത്ത കേസുകൾ ഇതൊക്കെ സമ്മതമില്ലാതെ തിന്നാൻ പറ്റുന്നതാണ്. ഔസുദ്ദീഖിക്കും എന്തിനാ അള്ളാഹു പറയണതൊക്കെ? സമൂഹത്തിൻ്റെ സോഷ്യൽ എറ്റിക്കറ്റ്സ്, നമ്മുടെ സാമൂഹിക മര്യാദകൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ ഔ അശ്താതാ, നിങ്ങൾ ഒറ്റക്കോ കൂട്ടമായോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. അപ്പോ രോഗികളുടെ കൂടെ ഇരുന്ന് ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണ് കാണാത്തവർ, വലാ അലൽ അഅറജി ഹറജുൻ, കാലിന് മുടന്തുള്ളവർ, ലൈമായ ആളുകൾ, വലാ അലൽ മരീദ് ഹറജുൻ, വേറെ ഏതെങ്കിലും അസുഖമുള്ള ആളുകൾ, ഇവരോടൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് അള്ളാഹു പറയുന്നത്. ഇവരോട് നിങ്ങളൊരു വെറുപ്പ് കാണിക്കല്ലേ, ഒരു വിഷമം കാണിക്കല്ലേ, അവരെ ഐസൊലേറ്റഡ് ആയിട്ട് അവർക്ക് തോന്നാൻ പാടില്ല. നിങ്ങളുടെ കൂടെ അവരെ കൂട്ടണം, ഒപ്പമിരുത്തണം. ഇത് പഠിപ്പിക്കാനാണ് ദീർഘമായൊരു ആയത്ത് അള്ളാഹു ഇറക്കി തന്നത്. അവരോടൊക്കെ സ്നേഹത്തിൽ പെരുമാറണം. അതുകൊണ്ടാണ് കല്യാണമൊക്കെ നടക്കുമ്പോൾ രണ്ട് സെറ്റായിട്ട് നമ്മൾ വിവാഹ പന്തലിൽ ഒരുക്കുന്നതൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ദോഷം വലുതാണ്. കാരണം കല്യാണത്തിന് വിളിക്കുന്നവരെല്ലാവരും ഒരേ വിശപ്പുള്ളവരാണ്. ഒരു കൂട്ടർക്ക് ഒരു പ്രത്യേക ഭക്ഷണം, ഒരു കൂട്ടർക്ക് ഒരു താഴ്ന്ന ഭക്ഷണം, അങ്ങനെ വേണ്ട. ഭക്ഷണം പറ്റാത്തവർക്ക്, ബിരിയാണി ഒന്നും പറ്റാത്തവർക്ക് ഒരു പച്ചക്കറി കൊടുക്കുക, അതിനെ പറ്റിയല്ല. VIP കളൊക്കെ ഇങ്ങോട്ട് ഇരുന്നോട്ടെ, മറ്റുള്ള അവിടെ ചോറ് വെച്ച് പോയാൽ മതി, അത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഈ VIP കൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കാശ് പോയോ പാപ്പരായി പോയോ അടുത്ത കല്യാണത്തിന് നിങ്ങൾ പറഞ്ഞാൽ ഈ സ്റ്റേജിലിരുത്തോ അല്ല പഴയ സ്റ്റേജിലിരുത്തോ, എവിടെ ഇരുത്തുക? മറ്റൂടെ. അപ്പോൾ എന്തെങ്കിലും ബഹുമാനിക്കുന്നത് വ്യക്തിയല്ല, അവരുടെ കയ്യിലുള്ള പൈസയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, അങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا دخلتم بيوتا فسلموا على أنفسكم, ഏത് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയണേ. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അഭിവാദ്യം നിങ്ങൾ അർപ്പിക്കണമേ. വീട്ടുകാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. കദാലിക യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത്ത്, അള്ളാഹു ഇങ്ങനെ അവൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആയത്ത് തന്നെ അള്ളാഹു ഇറക്കി തരുന്നത് ജനങ്ങളിൽ എല്ലാവരെയും ഒന്നായി കണ്ട്, ഏത് വൈകല്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഒരാൾ മറ്റൊരാളെക്കാൾ മുന്തിയവനാവുന്നത് ശരീരം കൊണ്ടോ അംഗബലം കൊണ്ടോ അല്ല, ഖൽബിനുള്ളിലെ ഈമാൻ കൊണ്ടാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബിയുടെ മുമ്പ് വന്ന ചില വിഷയം നമ്മൾ പറയുന്നത് കണ്ണു കാണാത്ത, കയ്യും കാലും ഇല്ലാത്ത, വിഷമമുള്ള, ഭ്രാന്തുള്ള, പ്രയാസങ്ങളുള്ള ആളുകളുടെ ചരിത്രവും സംഭവങ്ങളുമാണ്. അവരോട് എങ്ങനെ നിബിധങ്ങൾ ഇടപെട്ടു, നമുക്കിടെ മാതൃക എന്തൊക്കെയാണ്, അഗതി അനാഥരെ എങ്ങനെയാണ് നിബിധങ്ങൾ സഹായിച്ചത്, സംരക്ഷിച്ചത്. നിബിധങ്ങളുടെ മുമ്പിൽ വന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ ഹബീബിന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, അള്ളാഹിനോട് നിങ്ങളൊന്ന് ദുആ ഇറക്കുമോ നബിയെ, എനിക്ക് ആഫിയത്ത് തരാൻ. അള്ളാഹിനോട് ദുആ ഇറക്കും നബിയെ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ. അങ്ങ് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമല്ലോ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ഇറക്കുമോ നബിയെ ചോദിച്ചു ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസാണ്. ആധുനികനായ സ്വഹഹുൽ അൽബാനി എന്നൊക്കെ പറയും, നാസുറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന ഒരു ആധുനിക ഹദീസ് പണ്ഡിതനുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനക്കാരും കുറേയേറെ സംഘടനകളൊക്കെ വിളിച്ചു പോകുന്ന ആളാണ്. അദ്ദേഹം സ്വഹീഹാക്കിയാലേ സ്വഹീഹാവുള്ളൂ എന്നൊക്കെ വരെ പറയുന്ന ആൾക്കാരാണ്. കുഴപ്പമില്ല, അയാൾ സ്വഹീഹ് എന്ന് പറഞ്ഞ ഒരു ഹദീസാണിത്.
ഉദ്ഉല്ലാഹ അൻ യുആഫിയനി. കാരണം ഇതിലൊരു സംഭവം വരുന്നുണ്ട്. നബി തങ്ങൾ ദുആ പഠിപ്പിച്ച നബി തങ്ങളുടെ തവസ്സുൽ ചെയ്തുള്ള ദുആ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിക്കുറിപ്പ് പറയാൻ കാരണം. ഇത് നിഷേധിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ സുന്നിയാൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഹദീസാണ്, സ്വഹീഹാണ്, പിന്നെ അംഗീകരിച്ചേക്കണം. നബി തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നബിയേ എൻ്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് കിട്ടണം, അങ്ങൊന്ന് ദുആ ചെയ്യുമോ? അപ്പോഴാണ് റഹ്മത്തുൽ മുഹ്ദാത്തായ കാരുണ്യത്തിന്റെ കേദാരമായ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഇൻ ശിഅത ദഅഉതു, വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അല്ലാഹു നിങ്ങൾക്ക് ശിഫ തരും. വ ഇൻ ശിഅത സബർത ഫഹുവ ഖൈറുൽ ലക, അതല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ആ ക്ഷമക്ക് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. ഏത് വേണം? കണ്ണിന്റെ കാഴ്ച വേണോ? അതല്ല, നിങ്ങൾക്ക് അത് സഹിച്ചു കൊണ്ടുപോയി അള്ളാഹിന്റെ സ്വർഗം വേണോ? എന്താ വേണ്ടത്? പറഞ്ഞു, നബിയെ എനിക്ക് കാഴ്ച കിട്ടിയാൽ മതി. സ്വർഗം പിന്നെ അള്ളാഹു വേറെ ഏതെങ്കിലും വഴിക്ക് തന്നാലോ? കാഴ്ച കിട്ടിക്കോട്ടെ, നിങ്ങൾ ദ്വാരക്ക് നബിയെ. ആയിക്കോട്ടെ, തങ്ങൾ ദ്വാ ചെയ്യാൻ വേണ്ടി പോവാൻ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി വുളു എടുക്കണം, നല്ല ശരിക്ക് വുളു എടുക്കണം. ഫയുഹ്സിന വുളൂഅ, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ദുആ നിങ്ങൾ ചൊല്ലണമെന്ന് മുത്തുനബി തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു. എന്താണ് ആ ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ളാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. ഇതാണ് ദുആ. ദുആ ഇരുന്നപ്പോൾ കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ട് നടന്നുപോയിന്ന, കണ്ണ് കാണാതെ വന്നിട്ട് കണ്ണ് കണ്ട് നടന്നുപോയി എന്ന് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ, അല്ലേ? മാഷാ അല്ലാഹ്. എത്ര കൊല്ലായിരുന്നു ആ ഉസ്താദിന്? 17 വർഷം, 16-17 വർഷം കാഴ്ചയില്ലാതെ, കാഴ്ച നഷ്ടപ്പെട്ടു പോയി വിഷമിച്ചിരുന്ന ഒരു പള്ളി മദ്രസയിലൊക്കെ ജോലി ചെയ്തിരുന്നൊരു ഉസ്താദ്, ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ പണ്ഡിതനും അള്ളാഹുവിന്റെ വലിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. ഒന്ന് കേട്ടിട്ടുണ്ട്? അതൊക്കെ ഉസ്താദിനെ കണ്ടോരോ കേട്ടോലൊക്കെ ഒന്ന് കൈവക്കിയാട്ടെ. അത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ തൊട്ടടുത്ത് വളാഞ്ചേരി എന്ന് പെരിന്തൽമണ്ണ റൂട്ടില് വലിയ മഹാനാണ്. ഉസ്താദ് മന്ത്രിച്ചു കൊടുത്തതാ, ദുആ ചെയ്തു കൊടുത്തതാണ്. 17 കൊല്ലം കണ്ണ് കാണാതിരുന്ന അദ്ദേഹം, ആ ഉസ്താദ് ഇന്ന് കണ്ണ് കണ്ടിട്ടാണ് നടക്കുന്നത്. അല്ലാഹുവിന്റെ ചില ഔലിയാക്കന്മാർ, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാന്ന് കണ്ണിയും നിഷേധിച്ചിട്ട് കാര്യമില്ല. അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ്. സ്വഹാബിയോട് ദുആ ഇറക്കാൻ വേണ്ടി പറയും. നബി തങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങൾ വുളു എടുക്കിൻ, ശരിയായ വുളു എടുക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. ഇതാണ് ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, വ തവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു റബ്ബേ, ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ നിന്റെ നബിയായ മുഹമ്മദ് നബി തങ്ങളെ മുൻനിർത്തി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു റബ്ബേ. ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, നബിയെ നിങ്ങളെ മുൻനിർത്തി ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുന്നിടുകയാണ്. ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ഈ കണ്ണിന്റെ കാഴ്ച കിട്ടുക എന്ന ആവശ്യത്തിന് നിങ്ങളെ മുമ്പിൽ നിർത്തി ഞാൻ റബ്ബിനോട് പറയുകയാണ്. ലിതുഖ്ളാ ലി, എൻ്റെ ഈ ആവശ്യം നിർവഹിക്കപ്പെടണേ. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ, അല്ലാഹുവേ ഈ നബിതങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ശുപാർശയെ നീ സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്തപ്പോഴേക്കും ഫബരിആ, കണ്ണിന്റെ കാഴ്ച കിട്ടി. അതാണ് അത്ഭുതം. നബിയെ മുൻനിർത്തിയിട്ട് തങ്ങൾ പറയാൻ ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ നിന്റെ നബിയെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ റബ്ബേ. അള്ളാഹിനോട് നേരിട്ട് മതി, ഇന്നും കുഴപ്പമില്ലല്ലോ, അള്ളാഹിനെ നേരിട്ടും പറഞ്ഞു. ഇങ്ങനെ മുൻനിർത്തി തവസ്സുൽ ചെയ്യുമ്പോഴേക്കും അത് ഹറാമാണ്, ശിർക്കാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും എന്നൊന്നും പറയണ്ട. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളുണ്ട് ഇവിടെ. അലിമീങ്ങളിൽ പ്രഗത്ഭരായ അലിമീങ്ങൾ അങ്ങനെ ചെയ്യണമെന്നും അത് പുണ്യമുള്ളതാണെന്നും പറയുന്ന വിഷയങ്ങളിൽ മറ്റേതെങ്കിലും ആലിമീങ്ങളുടെ ഒരു അഭിപ്രായം എടുത്തിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നത് മുഴുവനും തെറ്റാണ് എന്ന് പരസ്യമായിട്ട് പറയല്ല. നിങ്ങൾക്ക് പറയാം, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാ, ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അത്ര മതി, പ്രശ്നം തീരും. നമ്മൾ അനങ്ങിയ ശിർക്ക കുഫ്ര ഒരു ഇസ്ലാം എന്ന് പുറത്താ എന്തിനങ്ങനെ പറയുന്നത്? അവരും പണ്ഡിതരാണ്, അലിമീങ്ങളാണ്. ആരെങ്കിലും നരകത്ത് കൊണ്ടുപോകാൻ ആരെങ്കിലും നിൽക്കുവോ? വലിയ ഉത്തരവാദിത്വല്ലേ. ഇൽമ് ഫത്വ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാണ്. മുത്തുനബി തങ്ങളാ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ,
അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ നബിയായ മുഹമ്മദ് നബി ഉണ്ടല്ലോ, ആ നബിയെ മുൻനിർത്തി ചോദിക്കുന്നു റബ്ബേ. ഇവിടെ തങ്ങളായി പഠിപ്പിക്കുന്നത് ഈ ദുആ, തങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ആ ദുആ ചെയ്യുന്നത്. ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാലി. എൻ്റെ ഈ കണ്ണിന്റെ വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിന് നബിയെ നിങ്ങളെ മുൻനിർത്തി ഞാൻ റബ്ബിനോട് പറയട്ടെ. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ. റബ്ബേ, എൻ്റെ നബിയുടെ ശഫാഅത്ത് എനിക്ക് വേണ്ടി നീ സ്വീകരിക്കണമേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇതങ്ങാനും പറഞ്ഞപ്പോഴേക്കും ഹബീബായ നബി തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇയാൾക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടിയത്. ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുകയാണ്. വസ്വഹഹുൽ അൽബാനിയു. സ്വഹീഹ് തുർമിദിയാണ്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്.